കേരളത്തിലെ ജനസംഖ്യയിൽ 33% ഈഴവരാണ്. അവരെല്ലാം സുമോട്ടോ SNDP ആണെന്നാണ് സങ്കല്പം. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ SNDP യോഗം എനിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. ഇവിടെ NSS പ്രവർത്തിച്ചു. കത്തോലിക്ക വോട്ട് മൊത്തം എനിക്കായിരുന്നു. ഏറ്റവും അത്ഭുതകരം, മുസ്ലിം ബൂത്തുകളിൽ 99% എനിക്കാണ് ഭൂരിപക്ഷം. ഇപ്പോഴല്ല, 2014 അങ്ങനെയാണ്. ആ സെക്രട്ടറി പ്രസാദ് ആദ്യത്തെ ബൂത്ത് തന്നെ എപ്പോഴും എനിക്ക് ഭൂരിപക്ഷം. അപ്പോൾ ഞാൻ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയില്ലേ, ഇവിടുന്ന് ഞാൻ പോയല്ലോ, അതൊരു വലിയ സന്തോഷമായി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം മാത്രം പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. ഈസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് SNDP. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്തിനാണ് കാണുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, ഞങ്ങളുടെ ഒന്നും അല്ലല്ലോ. മുസ്ലിം വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഏതവനെ എഴുതാൻ വയ്യാത്ത സോഷ്യൽ മീഡിയ ഞാൻ വായിക്കാറില്ല. സോഷ്യൽ മീഡിയ മുസ്ലിം ജനവിഭാഗമാണ് എനിക്ക് വോട്ട് ചെയ്താൽ ഒന്നാമത് നിൽക്കുന്നത്. അവർക്ക് എന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാം. അപ്പോൾ ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അല്ലേ ഞാൻ ജയിച്ചത്. അവിടെ 19,000 വോട്ട് എനിക്ക് കിട്ടിയല്ലോ. CPM-ൻ്റെ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനും എന്നോട് ചോദിച്ചില്ല. അവരാത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ചായ പോലും എന്നോട് വാങ്ങിച്ചു കുടിച്ചില്ല. അറിയാമോ? അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ പണ്ട് വിമർശിച്ചു. അതങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലല്ലേ CPI അല്ലേ? കേരളത്തിൽ ഇന്ത്യ മുന്നണി വരും 15-10 വർഷം കഴിഞ്ഞ്. നിങ്ങൾ കണ്ടോ? എഴുതി വെച്ചോ. BJP വരും മേളോട്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി ഇവിടെ വരും. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവർ അന്ന് എന്ത് പറയുമെന്ന്. മൂക്കിനപ്പുറം രാഷ്ട്രീയം കാണാൻ കഴിയാത്തവർക്ക് രാഷ്ട്രീയ ഭാവി ഇല്ല.